നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 23-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് SFIയും KSUവും ഇന്ന് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് SFI നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് KSUവും വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്നും SFI സംസ്ഥാന നേതൃത്വം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെലഡി മിഠായി നൽകിക്കൊണ്ട് പ്രതിഷേധിക്കുമെന്നും SFI അറിയിച്ചു. അതിനിടെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് സോനം വാങ്ചുക്കിനോട് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അഭ്യർത്ഥിച്ചു. ജന്തർ മന്ദറിലെ സമരപന്തലിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോയിലാണ് അഭ്യർത്ഥന. 24 ദിവസമായിട്ട് തുടരുന്ന നിരാഹാര സമരത്തെ തുടർന്ന് വാങ്ചുക്കിന് ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമായിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായിട്ട് കുടുംബശ്രീ മികച്ചൊരു അവസരമാണ് ഒരുക്കുന്നത്. കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് പുതിയ കോഴി ഫാമുകൾ ആരംഭിക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീയുടെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളത്. സ്വന്തമായിട്ട് സ്ഥല സൗകര്യമുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി എന്ന നിരക്കിൽ കുറഞ്ഞത് 1000 മുതൽ 10,000 വരെ കോഴികളെ ഒരേ സമയം ഉൾക്കൊള്ളാനായിട്ട് ശേഷിയുള്ള ഫാമുകളോ ഷെഡുകളോ ഉള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് അപേക്ഷിക്കാം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കർഷകർക്ക് മാർക്കറ്റിങ്ങിനെയോ വിൽപ്പനയോ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കേരള ചിക്കൻ കോഴിക്കുഞ്ഞുങ്ങളെ പദ്ധതിയിലൂടെ നൽകുന്നതാണ്. മാത്രമല്ല ഇവയെ വളർത്തിയെടുക്കാൻ ആവശ്യമായ തീറ്റയും മറ്റ് പിന്തുണകളും കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നേരിട്ട് ഫാമുകളിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. കോഴികൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ കമ്പനി തന്നെ ഇവയെ തിരികെ വാങ്ങി അതിനുള്ള തുക കൃത്യമായിട്ട് കർഷകർക്ക് നൽകുകയും ചെയ്യും. അതിനാൽ തന്നെ യാതൊരുവിധ നഷ്ടസാധ്യതയുമില്ലാതെ സ്ത്രീകൾക്ക് വളരെ ധൈര്യമായി തന്നെ ആരംഭിക്കാവുന്ന ഒരു വരുമാന മാർഗമാണിത്. താല്പര്യമുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.keralachicken.org.in എന്ന വിലാസത്തിൽ നിന്നും അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അതത് ജില്ലകളിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായിട്ടോ CDS ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇതുകൂടാതെ സംശയങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനായിട്ട് 0471-244-8144 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ലഘൂകരിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളും വൻതുകയുടെ ധനസഹായങ്ങളും കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പകളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കോ അവരുടെ മക്കൾക്കോ സാമ്പത്തിക ആശ്വാസമേകാൻ സാമൂഹ്യനീതി വകുപ്പ് പരിണയം പദ്ധതിയിലൂടെ 50,000 രൂപ നേരിട്ട് നൽകുന്നുണ്ട്. അതേസമയം മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കായിട്ട് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മംഗല്യ സമൃദ്ധി പദ്ധതി വഴി 75,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ധനസഹായം ലഭ്യമാകുന്നു. സാമൂഹിക ഐക്യവും അതോടൊപ്പം തന്നെ പിന്തുണയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിശ്ര വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് നവജീവിതം ആരംഭിക്കുന്നതിനായിട്ട് പട്ടികജാതി വികസന കോർപ്പറേഷൻ 75,000 രൂപയുടെ ഗ്രാൻഡാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന് പുറമെയായിട്ട് പൊതുവിഭാഗത്തിൽപ്പെട്ട മിശ്ര വിഭാഗിതർക്ക് സാമൂഹ്യനീതി വകുപ്പ് വഴി 30,000 രൂപയുടെ ധനസഹായം ലഭ്യമാണ്. കുറഞ്ഞ ചെലവിൽ വായ്പ തേടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സുമിത്രം വായ്പ പദ്ധതി. പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് വെറും 6% പലിശ നിരക്കിൽ ലളിതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വായ്പയായിട്ട് അനുവദിക്കപ്പെടുന്നത്. സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വനിതകൾക്കായിട്ട് വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിധവകൾക്കും നിയമപരമായിട്ട് വിവാഹബന്ധമൊക്കെ തന്നെ വേർപെടുത്തിയ വനിതകൾക്കും പുനർവിവാഹത്തിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് മംഗല്യ പദ്ധതി വഴി 25,000 രൂപ അനുവദിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളുടെ പെൺമക്കളുടെ വിവാഹത്തിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങൾ വഴി 50,000 രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്.
കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്കും അവരുടെ മക്കൾക്കും ലഭിക്കുന്ന പ്രത്യേക വിവാഹ ആനുകൂല്യങ്ങൾ കൂടി ചേരുമ്പോൾ അർഹരായിട്ടുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു താങ്ങാവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ക്ഷേമ പദ്ധതികൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് മുൻ സർക്കാർ രൂപീകരിച്ച സഹകരണ സംഘങ്ങളുടെയൊക്കെ തന്നെ കൺസോർഷ്യം പിരിച്ചുവിട്ടുകൊണ്ട് സഹകരണ വകുപ്പ് ഔദ്യോഗികമായിട്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. വയോജനങ്ങളും പാവപ്പെട്ടവരും അടങ്ങുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വീടുകളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പകൾ സമാഹരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ ഈ ഒരു കൺസോർഷ്യം നിലവിൽ വന്നത്. ഇങ്ങനെ സമാഹരിക്കുന്ന തുകയ്ക്ക് സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത് മുറയ്ക്ക് ഈ തുക സഹകരണ സംഘങ്ങൾക്ക് തിരികെ നൽകുന്ന രീതിയിലായിരുന്നു പിന്തുടർന്നു പോന്നിരുന്നത്. ഏകദേശം 3000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിലും കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 1125.12 കോടി രൂപ മാത്രമാണ് വായ്പയായിട്ട് സ്വരൂപിക്കാനായിട്ട് സാധിച്ചത്. 9% ഉയർന്ന പലിശ നിരക്കിലാണ് കൺസോർഷ്യം നിക്ഷേപങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നതെങ്കിലും സർക്കാരിൽ നിന്നും തിരിച്ചടയ്ക്കേണ്ട തുക ലഭിക്കാൻ വലിയ രീതിയിലുള്ള കാലതാമസം നേരിടുന്നുവെന്ന് സഹകരണ സംഘങ്ങൾ നിരന്തരം പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഭരണതലത്തിലെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായാണ് നിലവിലെ ഈ കൺസോർഷ്യം പിരിച്ചുവിട്ടിരിക്കുന്നതെന്നും ഇതിന് പകരമായിട്ട് UDF നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയൊരു കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ചർച്ചകളൊക്കെ തന്നെ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തു തന്നെ പുതിയ കൺസോർഷ്യം നിലവിൽ വരുമെന്ന് സഹകരണ മന്ത്രിയുടെ ഓഫീസും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനുള്ള ഊർജിത തയ്യാറെടുപ്പുകളിലേക്കാണ് ഇപ്പോൾ അധികൃതർ മുന്നോട്ട് പോകുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷനാകട്ടെ ഈ വരുന്ന 24-25 തീയതികളിലായിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വിതരണം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത മാസത്തിൻ്റെ ആരംഭത്തോടെ തന്നെ നേരിട്ടുള്ള പെൻഷൻ വിതരണവും സുഗമമായി തന്നെ പൂർത്തിയാക്കുന്നതാണ്. ഇത്തവണ ഈ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം കഴിഞ്ഞാൽ മറ്റ് സാവകാശങ്ങളൊന്നും കൂടാതെ തന്നെ ഓണം പ്രമാണിച്ച് അടുത്ത ഗഡു പെൻഷൻ തുകയും ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഓണം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഓണം പെൻഷൻ നേരത്തെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതനുസരിച്ച് ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ, അതായത് ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും കൂടാതെ തന്നെ സെപ്റ്റംബറിലെ പെൻഷൻ അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ 6000 രൂപ വരെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഓണക്കാലത്തെ പെൻഷനായിട്ട് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി 3 ഗഡുക്കൾ ഒന്നിച്ചില്ലെങ്കിൽ പോലും അടുത്ത 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 2 മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 4000 രൂപയെങ്കിലും കൃത്യമായിട്ട് വിതരണം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരാനിരിക്കുന്ന ഓണക്കാലം കൂടുതൽ വർണ്ണാഭമാക്കാനും സാധാരണക്കാരെ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം എത്തിക്കാനുമായിട്ട് വൻ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്ന മഞ്ഞ, അതായത് AY കാർഡ് ഉടമകൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് 56 കോടി രൂപയാണ് ഭക്ഷ്യവകുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പിങ്ക് കാർഡുകൾക്കുള്ള പ്രതിമാസ റേഷൻ വിഹിതം യാതൊരു തടസ്സവുമില്ലാതെ തുടരുകയും ചെയ്യും. ഇതുകൂടാതെ മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള കാർഡുകളെ കൂടി പരിഗണിച്ച് കിലോയ്ക്ക് കേവലം 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി വിതരണം ചെയ്യാനുള്ള വിപുലമായിട്ടുള്ള പ്ലാനും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. ഓണക്കാലത്ത് പൊതുവിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റമൊക്കെ തന്നെ തടഞ്ഞു നിർത്താനായിട്ട് ധനവകുപ്പ് പ്രത്യേകമായിട്ട് അനുവദിച്ച 200 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് സപ്ലൈകോ വഴി സംസ്ഥാനത്തുടനീളം പ്രത്യേക ഓണം ഫെയറുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇതിലൂടെ മുൻഗണനേതര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കെല്ലാം തന്നെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ ആയിട്ട് 250 മുതൽ 300 രൂപ വരെയുള്ള ബജറ്റ് കിറ്റുകൾ, അതോടൊപ്പം തന്നെ 500 രൂപയുടെ മീഡിയം കിറ്റ്, 1000 രൂപയുടെ പ്രീമിയം കിറ്റ്, ഇങ്ങനെ 3 വ്യത്യസ്ത പാക്കേജുകളിൽ ആകർഷകമായിട്ടുള്ള ഓഫറുകളോടെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സപ്ലൈകോ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വിപണിയിലെ ഈ ആനുകൂല്യങ്ങൾക്ക് പുറമേ ആയിട്ട് ലോട്ടറി മേഖലയിലും സർക്കാർ ജീവനക്കാരുടെ ക്ഷേമകാര്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തവണത്തെ ഓണം ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ഒന്നാം സമ്മാന തുകയിൽ വൻ തുകയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പെൻഷൻകാർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏറെ ആശ്വാസമായി ഉത്സവ ഭത്ത, ഓണം ബോണസ്, കൂടാതെ കുടിശ്ശികയായി കിടക്കുന്ന DA, DR ഗഡുക്കൾ എന്നിവ വരും മാസങ്ങളിൽ തന്നെ കൃത്യമായി വിതരണം ചെയ്യുമെന്ന ഉറപ്പും സർക്കാർ ഇതിലൂടെ നൽകുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നു. 2026 ജൂലൈ 22 ഇന്നലെ ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 210 രൂപ കൂടി 13,430 രൂപയിലും പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനൊക്കെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ,
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.